സജ്ജനങ്ങളെ നമസ്തേ. രാമായണത്തിൻ്റെ കാലിക പ്രസക്തി 6-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ അഹല്യാമോക്ഷം എന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ കഥ നമുക്കെല്ലാം അറിയാവുന്നതും ആണ്. ഗൗതമ മഹർഷിയും അഹല്യയും ഒന്നിച്ചൊരാശ്രമത്തിൽ താമസിക്കുകയും ഒരു ദിവസം ദേവേന്ദ്രൻ ആകാശമാർഗെ പോകുമ്പോൾ അഹല്യയെ കണ്ട് ഇഷ്ടപ്പെടുന്നതും അന്ന് രാത്രിയിൽ വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ട് ദുശ്യവനനും കുസുമായുധവശനായാൻ. അങ്ങനെ അന്ന് രാത്രിയിൽ, അതായത് പിറ്റേന്ന് വെളുപ്പിനെ സന്ധ്യാവന്ദനത്തിനായിട്ട് പോയപ്പോൾ, ഗൗതമൻ പോയപ്പോൾ ആ സമയത്ത് ഗൗതമന്റെ വേഷത്തിൽ ദേവേന്ദ്രൻ അവിടെ വരികയും അഹല്യയെ പ്രാപിക്കുകയും ചെയ്യുന്നു. പക്ഷേ സൂര്യോദയമായിട്ടില്ല എന്നറിഞ്ഞ് ഗൗതമൻ തിരികെ എത്തുമ്പോൾ അവിടെ ദേവേന്ദ്രനെ കാണുകയും ദേവേന്ദ്രനെയും അഹല്യയെയും ഗൗതമ മഹർഷി ശപിക്കുകയാണ്. ദേവേന്ദ്രനെ എന്താ ശപിക്കുന്നേ? സഹസ്രഭകനായി ഭവിക്ക ഭവാൻ, ഇനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം, നീ സഹസ്രഭകനായി ഭവിക്കട്ടെ എന്നാണ് ദേവേന്ദ്രനെ ഗൗതമ മഹർഷി ശപിച്ചത്. എന്നിട്ട് അഹല്യയെ എന്താണ് ശപിച്ചത്? എന്താണ് അഹല്യയോട് ആദ്യം പറഞ്ഞത്? കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ, ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം, ദുഷ്കൃതമൊടുങ്ങുവാൻ ഇതിന്നു ചൊല്ലിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവ്രതം. രാമകിങ്കരി ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ച് ഇവിടെ വസിക്കേണം. നീഹാരാതപവായുവർഷാദികളും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം. അപ്പോ എങ്ങനെയാണ് നിന്റെ ഈ ഒരു പ്രവൃത്തി? ഒരിക്കലും ശരിയായില്ല. കാരണം പ്രഭാത സമയമാവാൻ പോവുകയാണ്, ബ്രാഹ്മമുഹൂർത്തം അടുക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഇനി ഞാനായാൽ പോലും നിനക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നാണ് ഗൗതമ മഹർഷി ഇതിലൂടെ പറയുന്നത്. അതുകൊണ്ടാണ് കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ എന്ന് അഹല്യയോട് പറയുന്നേ. ദുഷ്ടമാനസേ, നിന്റെ മനസ്സ് ദുഷ്ടമായി പോയി. ഇനി നിന്റെ ദുഷ്കൃതങ്ങളൊക്കെ ഒടുങ്ങാനായിട്ട് നീ എന്തു വേണം? ഒരു മഹാവ്രതത്തിലേക്ക് നീ ഇനി കടന്നേ മതിയാകൂ. അതിന് പരിഹാരമായിട്ട്, നിഷ്കൃതിയായിട്ട് നീ ഒരു ശിലാരൂപത്തിൽ ഇവിടെ ഇരിക്കണം. രാമപാദാബ്ജം, രാമന്റെ പാതാരവിന്ദങ്ങളെ ധ്യാനിച്ചുകൊണ്ടൊരു ശിലാരൂപത്തിൽ നീ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ത്രേതായുഗത്തിലെ ഭഗവാൻ ഇവിടെ വരുമ്പോൾ നിനക്ക് എന്ത് കിട്ടും? മോക്ഷം കിട്ടും. നോക്കുക, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അഹല്യ. ഹലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലപ്പയാണ്. ഹലായുധൻ നമുക്കറിയാം, കലപ്പ ആയുധമായിട്ടുള്ളവനാണ് ബലരാമൻ. ബലരാമനെ ഹലായുധൻ എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇവിടെ അഹല്യ, കലപ്പ എത്താത്ത, കൃഷിഭൂമി അല്ലാത്ത, വാസയോഗ്യമല്ലാത്ത, എന്താണ്, ഊഷരഭൂമി. ഉർവരഭൂമിയുമുണ്ട്, ഊഷരഭൂമിയുമുണ്ട്. പുല്ലുപോലും കുരുക്കാത്ത സ്ഥലമായിട്ടത് മാറും. അപ്പോൾ അങ്ങനെ അഹല്യ പ്രദേശങ്ങളെയൊക്കെ, വെട്ടുകളെയൊക്കെ എത്തി പിന്നെ ഉഴുത് മറിച്ച് അത് ഫലഭൂയിഷ്ടമായ ഭൂമിയാക്കി മാറ്റണം. ഇന്ന് നമുക്ക് ചുറ്റും
അഹല്യ പ്രദേശങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവാം. നമ്മളൊന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ അറിയാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ വീടിലെ പുരയിടം തന്നെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. കൃത്യമായ കൃഷിയൊന്നും ചെയ്യാതെ അങ്ങനെ ഇട്ടേക്കും. അപ്പോൾ അത് അഹല്യയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങൾ ശരിയായിട്ട് എന്ത് ചെയ്യണം? ഉഴുതുമറിച്ച് അവിടെ കൃഷികളൊക്കെ ചെയ്തെങ്കിലേ തീർച്ചയായിട്ടും മനുഷ്യർക്ക് കഴിക്കാൻ പറ്റും, ആഹാരം കഴിക്കാൻ പറ്റും. അപ്പോൾ ഊഷരഭൂമിയെ ഉർവരഭൂമിയാക്കി മാറ്റുന്ന ആ ഒരു പ്രവൃത്തി, അതാണ് ഇവിടെ ശരിക്കും അഹല്യാമോക്ഷം എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു തലത്തിൽ കൂടി അതിനെ എന്ത് ചെയ്യണം? ചിന്തിക്കണം. ഇന്നും അഹല്യ പ്രദേശങ്ങളുണ്ടെങ്കിൽ അതിനെ ഉർവരഭൂമിയാക്കി മാറ്റാനുള്ള പ്രയത്നമാണ് നമ്മളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ അവിടെ പതിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഉർവരഭൂമിയായി മാറി. പിന്നീട് സീതാ സ്വയംവരമൊക്കെ നമുക്കറിയാം. സ്വയംവരമൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വരുമ്പോൾ പരശുരാമനെതിരെ വരുന്ന ഒരു സന്ദർഭമുണ്ട്. ഭാർഗവ ഗർവഭംഗം എന്ന ഭാഗം. അവിടെ ഞാനൊഴിഞ്ഞുണ്ടോ രാമനീ തിരുഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വൈഭവമുണ്ടല്ലോ എന്നൊക്കെ വളരെ നന്നായിട്ട് പരശുരാമൻ ശ്രീരാമനോട് കയർത്തുകൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. നീ ശൈവജാപം ഖണ്ഡിച്ചു വന്നതല്ലേ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ടൊരു ശാപം, വൈഷ്ണവം മഹാസാരം എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വളരെ ക്രോധത്തോടുകൂടി വഴി തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന പരശുരാമനോട് ശ്രീരാമൻ പറയുന്ന ഒരു വാക്കുണ്ട്. നമ്മളായാലും ഏതൊരു വ്യക്തി നമുക്ക് നേരെ കോപിച്ചു വരുമ്പോഴും കോപത്തിനെ കോപം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. ശ്രീരാമേന്ദ്രൻ നമുക്ക് കാണിച്ചു തരുന്നൊരു മാർഗമാണ്. ശ്രീരാമൻ എന്താ പറയുന്നേ? ഇത്രയൊക്കെ പറഞ്ഞ പരശുരാമനോട് ദേഷ്യപ്പെട്ടോ? ഇല്ല. എന്താ പറഞ്ഞേ? ചൊല്ലെഴും ഭവാ മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധേ സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു? അങ്ങയെപ്പോലെയുള്ള പ്രൗഢാത്മാക്കള് കൊച്ചുകുട്ടികളായ ഞങ്ങളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇത്രയും ദേഷ്യം എന്തിനാണ്? അങ്ങയെപ്പോലുള്ളവർ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറിയാൽ പിന്നെ ഞങ്ങൾക്ക് ആരാണ് മഹർഷിയെ ആശ്രയമുള്ളത്? അങ്ങയെയൊക്കെ ഞങ്ങൾ എത്രത്തോളം ബഹുമാനിക്കുന്നതാണ്. എന്നിട്ട് അങ്ങ് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയാൽ എങ്ങനെയാണ്? ഞങ്ങളുടെ ആശ്രമധർമ്മങ്ങൾ ഞങ്ങൾക്ക് പാലിക്കാൻ കഴിയുമോ? ഇപ്പം ക്ഷത്രിയനായി ജനിച്ചാൽ ക്ഷത്രിയ ധർമ്മം പാലിച്ചേ പറ്റൂ. രാജ്യ പരിപാലനമാണ് ചെയ്യേണ്ടത്. അത് ഞങ്ങൾ എങ്ങനെ പാലിക്കാൻ പറ്റും? അപ്പോൾ അവിടെ പിന്നെ ചോദിക്കുന്ന ആ ഒരു ചോദ്യം ഇവിടെ നമ്മളായാലും മനസ്സിലാക്കേണ്ട കാര്യം, ആനുകാലികമായി ഏറ്റവും അധികം പ്രസക്തിയുള്ളൊരു കാര്യമാണ്. വളരെ ദേഷ്യപ്പെട്ട് വരുന്ന ഒരാളിനോട് നമ്മൾ അവരോട് വളരെ 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 മൃദുവായിട്ട് സ്നേഹത്തോടെ എന്ത് ചെയ്യുക? സംസാരിക്കുക. അപ്പോൾ അവരുടെ ദേഷ്യം താനേ അടങ്ങും. അല്ലാതെ ദേഷ്യപ്പെട്ട് വരുന്നവരുടെ നേരെ വീണ്ടും ദേഷ്യപ്പെട്ടാൽ അവർക്ക് അതിൻ്റെ ഇരട്ടി ദേഷ്യം വരികയും നമുക്ക് വീണ്ടും അതിൻ്റെ ഇരട്ടി ദേഷ്യം വരികയും ആകെ പ്രശ്നങ്ങളാവുകയും ചെയ്യത്തേ ഉള്ളൂ. അതാണ് ഈ പരശുരാമൻ്റെ ആ ഒരു വിഷയം. ഇനി നോക്കണം, അത് കഴിഞ്ഞ് പിന്നെ വൈഷ്ണവജാപമൊക്കെ കുലയ്ക്കുന്നു. പരശുരാമന് മനസ്സിലാവുന്നു ഇതാരാണെന്ന്. തൻ്റെ തേജസ്സൊക്കെ ശ്രീരാമനിൽ ആക്കുന്നുണ്ട്. അതിനുശേഷം പരശുരാമൻ ശ്രീരാമനെ സ്തുതിക്കുന്നുമുണ്ട്. പരശുരാമ സ്തുതിയുണ്ട്. വളരെ നല്ല ഒരു സ്തുതിയാണ്. ആ സ്തുതിയുടെ അവസാനം പരശുരാമൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് അതിനുശേഷം ഭഗവാന്റെ തേജസ്സൊക്കെ ശ്രീരാമനിലാക്കിയിട്ട് ചക്രതീർത്ഥത്തിലേക്ക് പോവുകയാണ് പരശുരാമൻ. അപ്പോൾ പറയുന്നുണ്ട്, പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളുടെ ശരീരത്തിന്, നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്തിയാവോ ന ശോഷയതി മാരുത എന്നൊക്കെ. ആത്മാവിനെ ഒരിക്കലും ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കാൻ കഴിയില്ല, തീ കൊണ്ട് ദഹിപ്പിക്കാൻ കഴിയില്ല, വെള്ളം കൊണ്ട് നനയ്ക്കാൻ പറ്റില്ല, കാറ്റുകൊണ്ട് ഉണക്കാൻ പറ്റില്ല എന്നൊക്കെ. എന്നാൽ ആത്മാവിനൊന്നും പറ്റില്ല, പക്ഷെ ശരീരത്തിന് ഇതെല്ലാം പറ്റും. അതുകൊണ്ട് പരമാത്മാവായിട്ട് നിൽക്കുന്ന ശ്രീരാമനെ കുറിച്ച്
പരശുരാമൻ പറയുന്നത് നോക്കുക. അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാദിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. അജ്ഞാനത്തിൽ നിന്നുദ്ഭവിച്ച ജന്മം തുടങ്ങിയുള്ള 6 ഭാവങ്ങൾ ഭഗവാനെ അങ്ങയ്ക്കില്ല. ഇത് മനുഷ്യർക്ക് മറ്റ് ജീവജാലങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ശരീരത്തിന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാ ജന്മാദി ഷഡ്ഭാവങ്ങൾ? അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. ജന്മം, അതായത് ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. ഇതാണ് 6 അവസ്ഥകൾ. ഈ 6 അവസ്ഥ ആർക്കില്ല? ഈശ്വരനില്ല. ഇനി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനുമില്ല. ശരീരത്തിനാണ് ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. മരണം സംഭവിക്കുന്നതും ശരീരത്തിനാണ്. ഇപ്പം നമ്മളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. എന്നിട്ട് ബർത്ത്ഡേയാ നമ്മുടെ ശരീരത്തിൻ്റെ പ്രായത്തിൻ്റെ കണക്കാണ് അവിടെ. ശരീരം ഉണ്ടായിട്ട് ഇത്ര വർഷമായി. ഇപ്പോൾ 60ാം പിറന്നാൾ. ശരീരം ഉണ്ടായിട്ട് 60 വർഷമായി. ശരീരം ഉണ്ടായിട്ട് 10 വയസ്സായി. 10 വയസ്സെന്ന് പറഞ്ഞാൽ ശരീരം ഉണ്ടായിട്ട് 10 വർഷമായി. ഈ ശരീരം ഭൂമിയിലേക്ക് വന്നിട്ട് 16 വർഷമായി, 20 വർഷമായി. ആത്മാവിന് പ്രായമില്ല, ആത്മാവിന് പ്രായവ്യത്യാസമില്ല, വളർച്ചയില്ല. അതെന്നും ഒരുപോലെ തന്നെയാണ്. അതിന് ജനനവുമില്ല, മരണവുമില്ല. അപ്പോൾ ഈ ഷഡ്ഭാവങ്ങൾ ഒരിക്കലും ആത്മാവിനില്ല, അത് ശരീരത്തിന് മാത്രമേ ഉള്ളൂ എന്ന ഒരു വലിയ അറിവ് പരശുരാമൻ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സത്സംഗമുണ്ടാവണം എന്ന്. നല്ല ആൾക്കാരുമായിട്ട് അടുപ്പമുണ്ടാവണം. സത്സംഗം കൊണ്ട് ലഭിച്ചിടിന ഭക്തിയോടും ത്വൽ സേവാരതന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ ത്വൻ മായാരചിതമാം സംസാരപാരാവാരം തൻ മറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേ. അപ്പോൾ സത്സംഗം കൊണ്ടാണ് നമുക്ക് ഭക്തി ഉണ്ടാവുന്നത്. അതിലൂടെ മെല്ലെ മെല്ലെ നമ്മൾ മുക്തിയിലേക്ക് നടന്നെടുക്കും. അങ്ങനെ സത്സംഗം കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നല്ല ഗുരുവിനെ ലഭിക്കും. ജ്ഞാനപരന്മാരാം മാനുഷജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവൊരു സൽഗുരു ലഭിച്ചിടും. നമ്മൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഏതെങ്കിലും ഒരു സത്സംഗത്തിൽ ഒന്ന് പങ്കെടുത്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗുരുവിനെ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. യാതൊരു തർക്കവുമില്ല. അങ്ങനെ സൽഗുരുവരങ്കൽ നിന്ന് അൻപോട് വാക്യജ്ഞാനം ഉൾക്കാമ്പിൽ ഉദിച്ചിടും ത്വൽപ്രസാദത്താൽ. അപ്പോൾ പിന്നോ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ട് ഭവചിന്മയ പദത്തിങ്കൽ അഹന്ത ലയിച്ചിടും. ഇതെല്ലാം പിന്നെ എന്താണ്? തീർച്ചയായിട്ടും സത്സംഗത്തിലൂടെ ഭക്തി ഉണ്ടാവും. അത് മാത്രമല്ല നല്ല ഗുരുവിനെ ലഭിക്കും. നമ്മളുടെ ജീവിതത്തിന് നല്ല ഒരു കാഴ്ചപ്പാട്, നല്ല ഒരു വീക്ഷണം, നല്ല ഒരു ഭാവി തീർച്ചയായിട്ടും നമുക്കെല്ലാം ഉണ്ടാവും. അപ്പോൾ സത്സംഗം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓർക്കണം. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.